നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാക്കിക്കുള്ളിലെ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല CID-കളെ ചുമതലപ്പെടുത്തുമോ എന്നറിയാൻ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് കേരളം. ഇന്നലെ കിഴക്കമ്പലം മലയിടം തുരുത്തിൽ കോടതി ഉത്തരവ് പ്രകാരം പോലീസുകാർ പാവപ്പെട്ടവരെ കുടിയൊഴിപ്പിക്കാനെത്തിയ സംഭവം ആഭ്യന്തരമന്ത്രിക്ക് മുന്നിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് വെല്ലുവിളിയായിരുന്നു. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ദിവസം മുതൽ ലക്ഷ്യമിട്ട് നീങ്ങണമെന്ന CPM തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ നടന്നത്. 10 കൊല്ലം കേരളം ഭരിച്ച സർക്കാർ കണ്ടില്ലെന്ന് നടിച്ച കുടിയൊഴിപ്പിക്കലാണ് പോലീസിന്റെ സഹായത്തോടെ കഴിഞ്ഞ ദിവസം നടപ്പാക്കാൻ ശ്രമിച്ചത്. ബലപ്രയോഗത്തിന് പിന്നിൽ CPM വിശ്വാസികളായ പോലീസുകാരാണെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് പോലീസ് നടപടികൾ നിർത്തിവെച്ച് മടങ്ങിയത്. അരനൂറ്റാണ്ടായി തുടരുന്ന ഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് അധികൃതർ എത്തിയത്. 15 തവണയാണ് ഇവിടെ ഒഴിപ്പിക്കൽ ശ്രമം നടക്കുന്നത്. 14 തവണയും CPM സർക്കാർ കുടിയൊഴിപ്പിക്കൽ അട്ടിമറിച്ചു. കുടിയൊഴിപ്പിക്കൽ നീക്കത്തിനിടെ സമരക്കാരിൽ ഒരാൾ തലയിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത്. ഇതോടെ പോലീസ് സമരപന്തലിന് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനും പോലീസ് ശ്രമിച്ചു. നിലവിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച സംഭവ സ്ഥലത്ത് എത്തി. ഇതിൽ നിന്നും പോലീസിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായി. മലയിടം തുരുത്തിലെ ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലി കഴിഞ്ഞ 50 വർഷത്തോളമായി തർക്കം നിലനിൽക്കുകയാണ്. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനായി അഡ്വക്കേറ്റ് കമ്മീഷണർ, റവന്യൂ കോടതി അധികൃതർ എന്നിവർ വൻ പോലീസ് സന്നാഹത്തോടെയാണ് സ്ഥലത്തെത്തിയത്. പ്രദേശത്തെ ഭൂമി സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ഒരു വിഭാഗം അവകാശപ്പെടുമ്പോൾ തങ്ങൾ തലമുറകളായി താമസിക്കുന്ന മണ്ണിൽ നിന്നും ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തി ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ കൂട്ടത്തോടെ തടയുകയായിരുന്നു. മലയിടം തുരുത്തിൽ ദളിത് കുടുംബങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമം രാഷ്ട്രീയ വിഷയമായി ഉയർത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് CPM. വിഷയത്തിൽ പ്രതിഷേധിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടി ഇന്ന് മലയിടം തുരുത്തിൽ നടക്കും. അതേസമയം ബലപ്രയോഗം പാടില്ലെന്ന കർശന നിർദ്ദേശമുണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസ് നടപടി ഉണ്ടായെന്ന കാര്യത്തിൽ ആലുവ റൂറൽ SP ഇന്ന് എറണാകുളം റേഞ്ച് IG-ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഇത് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾക്കെതിരെ ഇന്നലെ രാവിലെ മുതൽ തന്നെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലൻ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിന് മുന്നോട്ടു പോകാനായില്ല. തുടർന്ന് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തതോടെ വിഷയം വാർത്താ പ്രാധാന്യം നേടുകയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. അടിയന്തരമായി കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെക്കാൻ അദ്ദേഹം കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകി. ഇതോടെ പോലീസ് പ്രദേശത്ത് നിന്ന് പിൻവാങ്ങി. ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലി അരനൂറ്റാണ്ടായി തുടരുന്ന തർക്കമാണിത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ 15 തവണയാണ് അധികൃതർ ശ്രമിക്കുന്നതെങ്കിലും പ്രതിഷേധം മൂലം എല്ലാ തവണയും നടപടികൾ പരാജയപ്പെടുകയായിരുന്നു. കിഴക്കമ്പലം മലയിടം തുരുത്ത് നടക്കാവ് പാരിയാത്തുകാവ് കോളനിയിലെ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഔദ്യോഗിക നീക്കത്തിനെതിരെ പ്രദേശത്ത് ജനകീയ പ്രതിഷേധം കനക്കുന്നു. ഇത്തവണ റവന്യൂ ഉദ്യോഗസ്ഥർക്കൊപ്പം കനത്ത പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇത് പ്രദേശത്ത് വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കനത്ത തർക്കങ്ങൾക്കും കാരണമായേക്കുമെന്നും ആശങ്ക ശക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി തലമുറകളായി മണ്ണിൽ ജീവിച്ചു പോരുന്ന കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ച് ഭൂമി അളന്നു തിരിക്കാനായി 2023 സെപ്റ്റംബർ 7-നാണ് കോടതി കമ്മീഷൻ ആദ്യമായി ഇവിടെ എത്തുന്നത്. എന്നാൽ അന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ അതിശക്തമായ പ്രതിരോധത്തെ തുടർന്ന് നടപടികൾ പൂർണ്ണമായി നിർത്തിവെച്ച് കമ്മീഷന് മടങ്ങേണ്ടി വന്നിരുന്നു. അതിനുശേഷം ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും നേതൃത്വത്തിൽ 14 തവണ കൂടി കമ്മീഷൻ സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം മൂലം ഒരു ഘട്ടത്തിലും അളവ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ മാർച്ചിലായിരുന്നു കമ്മീഷന്റെ അവസാന സന്ദർശനം. ഇത്തവണ 16ാമത്തെ തവണയാണ് കമ്മീഷൻ കുടിയൊഴിപ്പിക്കൽ ലക്ഷ്യമിട്ട് കോളനിയിലേക്ക് എത്തുന്നത്. കമ്മീഷന്റെ സന്ദർശന വേളയിൽ ഉണ്ടായേക്കാവുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ കോളനി പരിസരത്ത് ഒരുക്കിയത്. മുൻപ് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരായ 48 പേർക്കെതിരെ പോലീസ് ഇതിനോടകം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തവണ അളവ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ നേരിടാൻ മുൻകരുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് കടന്നു.
തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിലാണ് കോളനി നിവാസികൾ. ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്ത മണ്ണിൽ നിന്നും യാതൊരുവിധ പുനരധിവാസ മാർഗങ്ങളും ഉറപ്പാക്കാതെ തങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും കോളനി നിവാസികൾ പറയുന്നു. കുട്ടികളും വയോധികരും അടങ്ങുന്ന 7 നിർധന കുടുംബങ്ങൾക്ക് അന്തിയുറങ്ങാൻ സുരക്ഷിതമായ മറ്റൊരു സ്ഥലം നൽകിയതിനു ശേഷം മാത്രമേ ഈ കുടിയൊഴിപ്പിക്കൽ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കാവൂ എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. വർഷങ്ങളായി തുടരുന്ന ഈ ഭൂമി തർക്കത്തിൽ പാവപ്പെട്ട പട്ടികജാതി കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും റവന്യൂ വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നാണ് കോളനി നിവാസികളുടെ കണ്ണീരോടെയുള്ള അപേക്ഷ. അന്ന് കളമശ്ശേരി MLAയും നിയമമന്ത്രിയുമായിരുന്ന P. രാജീവിന്റെ ശക്തമായ പ്രതിരോധത്തിലാണ് കുടിയൊഴിപ്പിക്കൽ റവന്യൂ വകുപ്പും പോലീസും നടത്താതിരുന്നത്. രാജീവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പുതിയ സർക്കാരിനെതിരെ തുരുമ്പിച്ച വാൾ ശക്തിയുക്തം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. കുടിയൊഴിപ്പിക്കാൻ വന്ന കമ്മീഷനെ CPM വിളിച്ചു വരുത്തിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ജില്ലയിലെ CPM പക്ഷക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാരെ നേരിടാൻ എത്തിച്ചത്. കാലാകാലങ്ങളായി CPM തുറന്നു വരുന്ന നെറികെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ് ഇവിടെ നടന്ന കുടിയൊഴിപ്പിക്കൽ ശ്രമം. തങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്ന വിഷയങ്ങൾ പിന്നീട് ശക്തിയോടെയും കരുത്തോടെയും ഉയർത്തിക്കൊണ്ടുവരാൻ CPM ശ്രമിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൊതുജനങ്ങൾ അറിയാനാണ് പതിവ്. പിണറായിയുടെ മഞ്ഞക്കുറ്റി സതീശൻ പിഴുതെറിഞ്ഞ ദിവസം തന്നെ എറണാകുളത്തിന്റെ ഹൃദയഭൂമിയിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിന് സമീപം കുടി ഒഴിപ്പിക്കൽ മേള CPM ആസൂത്രണം ചെയ്തത് മണിക്കൂറുകളുടെ ആലോചനകൾക്ക് ശേഷമാണ്. സമരക്കാരിൽ ഒരാളെ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് പിന്നിലും ചില സംശയങ്ങളുണ്ട്. മഞ്ഞക്കുറ്റി പിഴുതെറിയുമെന്ന വാർത്ത കേരളം ശ്രദ്ധിക്കാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് ആരോപണത്തിനെതിരെ CPM-നുള്ളിൽ നിന്നും തന്നെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അത്തരം വിമർശനങ്ങളെ നേരിടാനുള്ള കുതന്ത്രം കൂടിയായി എറണാകുളത്തെ കുടിയൊഴിപ്പിക്കൽ. പാതി വഴിയിൽ ഉപേക്ഷിച്ച സിൽവർ ലൈൻ പദ്ധതിക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ഇതുവരെ ചെലവിട്ടത് 75 കോടിയിലേറെ രൂപയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 11 ജില്ലകളിൽ നിന്ന് പദ്ധതിക്കായി 1221 ഹെക്ടർ ഏറ്റെടുക്കാനുള്ള നടപടികളാണ് നടന്നിരുന്നത്. സാമൂഹികാഘാത പഠനത്തിനായി നാട്ടിയ മഞ്ഞക്കുറ്റികൾ പറിച്ചതിന്റെ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് 50-ലേറെ കേസുകൾ. കേരളയിൽ വരും കേട്ടോ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന്റെ ബലത്തിലായിരുന്നു സർക്കാരും പോലീസും സമരക്കാരെ നേരിട്ടത്. DPR-ന് അനുമതി കിട്ടാതിരുന്നിട്ടും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വിവിധ പഠനങ്ങൾക്കായി വീണ്ടും പണം ചിലവിട്ടുകൊണ്ടിരുന്നതും ഈ വാക്കിന്റെ പുറത്താണ്. ഒടുവിൽ വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കൽ വേണ്ടതും പരിസ്ഥിതി ലോല മേഖലകളിൽ ആഘാതമുണ്ടാക്കുന്നതുമായിരുന്നു സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതിയെന്ന് ഭരണം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് പിണറായി സർക്കാരും സമ്മതിച്ചു. സിൽവർ ലൈനിന് പകരം റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം നടപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് നൽകിയ സാധ്യതാ റിപ്പോർട്ടിലായിരുന്നു ഈ കുറ്റസമ്മതം. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കാൻ മുൻ സർക്കാർ തയ്യാറാകാതിരുന്നത് ജനങ്ങളെ കടുത്ത ആശങ്കയിലാക്കിയിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തിയ സിൽവർ ലൈൻ പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കാനും പുതുതായി അധികാരമേറ്റ UDF സർക്കാർ തീരുമാനിക്കുമ്പോൾ ബാക്കിയാകുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ സമരക്കാരെ വലിച്ചിഴച്ചും ബൂട്ടിട്ട് ചവിട്ടിയും സംസ്ഥാനത്ത് അരങ്ങേറിയ ക്രൂരതകളും സങ്കട കാഴ്ചകളുമാണ്. പദ്ധതിക്കായി മഞ്ഞക്കുറ്റിയിട്ട് അടയാളപ്പെടുത്തിയ ഭൂമി കൈമാറ്റം ചെയ്യാനോ മറ്റിടപാടുകൾ നടത്താനോ കഴിയാതെ വലഞ്ഞുപോയ കുടുംബങ്ങൾക്കാണ് പുതിയ സർക്കാരിന്റെ തീരുമാനം ആശ്വാസമാകുന്നത്. മിന്നൽ വേഗത്തിൽ കുതിക്കുമെന്ന് സ്വപ്നം കണ്ട LDF അവതരിപ്പിച്ച സിൽവർ ലൈനിനെ ചുവപ്പ് കൊടി കാട്ടിയത് കിടപ്പാടവും ആകെയുള്ള ഭൂമിയും നഷ്ടപ്പെടുത്തുന്നതിന്റെ വേവലാതിയിൽ സംസ്ഥാനമാകെ അതിവേഗം വ്യാപിച്ച പ്രതിഷേധ സമരങ്ങളാണ്. എന്നാൽ പോലീസിനെ ഇറക്കി പ്രക്ഷോഭങ്ങളെ നേരിടുകയാണ് സർക്കാർ ചെയ്തത്. വീടിന്റെ മതിൽ തകർത്തും അടുപ്പുകല്ലിന് മുകളിൽ പോലും മഞ്ഞക്കുറ്റികൾ അടിച്ചേൽപ്പിച്ചു. ചങ്ങനാശ്ശേരിയിൽ റോസ്ലിൻ എന്ന സ്ത്രീ 8 വയസ്സുകാരിയെ മകളുടെ മുന്നിലൂടെ വലിച്ചിഴച്ചു. തിരുവനന്തപുരം മുരുക്കുംപുഴയിൽ പ്രതിഷേധിച്ചവരെ പോലീസുകാരൻ ബൂട്ടിട്ട് ചവിട്ടി. അത്തരത്തിൽ അടിച്ചമർത്തലുകളുടെ പട്ടിക നീണ്ടതോടെ പ്രക്ഷോഭവും ശക്തമായി. പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനത്തിൽ 11 ജില്ലകളിലായി 6737 മഞ്ഞക്കുറ്റികളാണ് സ്ഥാപിച്ചത്. ഏറ്റവും കൂടുതൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത് കാസർഗോഡാണ്, 1651 എണ്ണം, തിരുവനന്തപുരം 803, കൊല്ലം 721, ആലപ്പുഴ 208, കോട്ടയം 439, എറണാകുളം 947, തൃശൂർ 68, മലപ്പുറം 311, കോഴിക്കോട് 322, കണ്ണൂർ 1267 എന്നിങ്ങനെയാണ് കുറ്റികൾ സ്ഥാപിച്ചിരുന്നത്. ഒടുവിൽ പരിസ്ഥിതി വിഷയങ്ങളിൽ വ്യക്തമായ
വ്യക്തത വരുത്താതെ മുന്നോട്ടുള്ള അനുമതി നൽകാനാകില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി 2022 മാർച്ചിൽ പ്രഖ്യാപിച്ചതും സർക്കാരിന് തിരിച്ചടിയായി. എന്നാൽ സാമൂഹികാഘാത പഠനം തുടരാൻ 2022 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി അനുമതി നൽകി. പക്ഷേ 2 മാസത്തിനിപ്പുറം വായ്പാ നീക്കം പാളിയതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലായി. തുടർന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനും കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച ശേഷം മാത്രം പഠനം തുടരാനും റവന്യൂ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. 2019 ഡിസംബറിൽ റെയിൽവേ ബോർഡ് തത്വത്തിൽ അംഗീകാരം നൽകിയത് മാത്രമാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് കഴിഞ്ഞ 7 വർഷത്തിനിടെ കേന്ദ്രം വീശിയ ഏക പച്ചക്കൊടി. 2020 ജൂണിൽ സമർപ്പിച്ച DPRന് 3 വർഷത്തോളം കയ്യിൽ വെച്ച ശേഷമാണ് കേന്ദ്രം തിരുത്തൽ നിർദ്ദേശിച്ചത്. എന്നാൽ കേന്ദ്രം നിർദ്ദേശിച്ച തിരുത്തൽ വഴങ്ങാൻ സംസ്ഥാനം തയ്യാറായില്ല. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിലാണ് ബലപ്രയോഗത്തിലൂടെ സാമൂഹികാഘാത പഠനം എന്ന പേരിൽ ജനങ്ങളോട് ഏറ്റുമുട്ടിയത്. 80 ലക്ഷം രൂപ ചെലവിട്ട സാമൂഹികാഘാത പഠനം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു. പദ്ധതി കടന്നുപോകുന്ന 11 ജില്ലകളിലും സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി പ്രവർത്തകർക്കെതിരെ കേസുണ്ട്. ചെങ്ങന്നൂരിൽ സിന്ധു എന്ന സ്ത്രീ ജയിൽവാസം അനുഭവിച്ചു. ബാക്കിയുള്ളവർക്കെതിരെ കേസുകൾ 2000 രൂപ വരെ പിഴ ഈടാക്കിയാണ് അവസാനിപ്പിച്ചത്. ഇനിയും വിവിധ ജില്ലകളിൽ കേസുകൾ ബാക്കിയാണ്. ഇവയെല്ലാം സതീശൻ സർക്കാർ മഞ്ഞക്കുറ്റി പോലെ പിഴുതെറിയുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പുണ്ട്. എറണാകുളം സംഭവം രമേശ് ചെന്നിത്തലയുടെ കണ്ണു തുറപ്പിച്ചു. വളരെ വേഗം മുൻ DGP A ഹേമചന്ദ്രനെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിച്ചു. ദീർഘകാലം പോലീസിൽ പ്രവർത്തന പരിചയമുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അവസാന കാലം വരെ അദ്ദേഹം ആരോപണങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ വംശവദനായിട്ടില്ല. കൃത്യമായ ഉപദേശം ആഭ്യന്തരമന്ത്രിക്ക് നൽകാൻ ഹേമചന്ദ്രന് കഴിയുമെന്ന കാര്യത്തിൽ മന്ത്രിക്ക് ഉറപ്പുണ്ട്. സൂക്ഷ്മതയോടെ നീങ്ങിയില്ലെങ്കിൽ പോലീസിനെ കൊണ്ട് തന്നെ CPM സതീശൻ സർക്കാരിനെ താഴെ ഇറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.